ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്കിൽ റിലേറ്റഡ് കോഴ്സുകളുണ്ട്. അതിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് തന്നെ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം? കുറേ അധികം കോഴ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിന്റെ അകത്ത് തന്നെ കുറേ അധികം ഓപ്ഷൻസ് നമുക്കുണ്ട്. അതായത് ഇപ്പോൾ കോർ ടെക്നിക്കൽ സ്കില്ലൊക്കെ ഉള്ള ആളുകൾക്ക് പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് പോലത്തെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പോലത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റൈറ്റിംഗ് സ്കില്ലുള്ള ആളുകൾക്ക് SEO പോലത്തെ അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ വരുന്നതുകൊണ്ട് തന്നെ കുറേ പാത്വേസ് ഇൻസൈഡ് ദിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറേ അധികം ഓപ്ഷൻസ് തരുന്ന ഒരു കോഴ്സാണ്. ഈ AI ഒക്കെ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു കൺസേൺ ആണ് അവർ ചെയ്യുന്ന ജോലികൾ റീപ്ലേസ് ആവുക എന്നുള്ളത്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം റെലവെന്റ് ആണ്? ഇപ്പോൾ സ്ഥിരം വരുന്നൊരു ഡിസ്കഷനാണ് AI നമ്മുടെ കരിയർ റീപ്ലേസ് ചെയ്യുമെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിന്റെ കേസിൽ വരുന്ന സമയത്ത് AI നമുക്ക് പലതരത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം കോണ്ടന്റ് ക്രിയേഷൻ്റെ കേസിലായാലും അതുപോലെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന കേസിലായാലും അങ്ങനെ പല ഏരിയാസിൽ നമുക്ക് AI ടൂൾസിനെ കുറേ അധികം റിലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി കുറേ അധികം ലെവറേജസ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് AI എന്ന് പറയുന്നത്. ഈ AI ടൂൾസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും ഇവിടുത്തെ സ്റ്റാർസ് എന്ന് പറയുന്നത്. സോ AI ടൂൾസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് അതിനോട് അഡാപ്റ്റ് ആവുക എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. AI ടൂൾസ് യൂസ് ചെയ്യാത്തതും അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ആവാത്തതുമായിട്ടുള്ള ആളുകളൊക്കെ ഇവിടുന്ന് വൈപ്ഡ് ഔട്ട് ആവുന്നുള്ളതാണ് ഫാക്ട്. ഇപ്പോൾ നമ്മൾ ഏതൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നേരിടുന്നൊരു ബുദ്ധിമുട്ടാണ് ആ ഫീൽഡിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ എങ്ങനെ സക്സീഡ് ആകും? നാട്ടിൽ കുറേ അധികം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അത്രത്തോളം ആളുകൾ അവിടെ നിന്നൊക്കെ പാസ് ഔട്ട് ആവുന്നു. പക്ഷേ പ്രോപ്പർ സ്കിൽ സെറ്റ് ഉള്ള ആളുകൾ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെ പ്രോപ്പറായിട്ട് റിസോൾവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലാക്സ് എവിടെയാണെന്ന് മനസ്സിലാക്കുക. പ്രോപ്പർ സർട്ടിഫിക്കേഷൻസ് ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എക്സ്പോഷേഴ്സ് കിട്ടാത്ത ആളുകളാണ്. അതല്ലേ അവർക്ക് സ്കിൽ സെറ്റ് തന്നെ പ്രോപ്പറായിട്ട് ഇല്ല എന്നുള്ളതാണ് അവർക്ക് പ്രശ്നം എന്ന് പറയുന്നത്. പ്രോപ്പർ മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ആ മെൻറ്റർഷിപ്പ് കിട്ടുക അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് അഷ്വർ ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആ ഫാക്ട് എന്ന് പറയുന്നത്.